പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 34 ഇഞ്ച് ബോഡി വണ്ണവും 30 ഇഞ്ച് ഇടവണ്ണവുമുള്ള സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മളൊരു 15-ൽ പരം സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ച ഒരു കണക്കായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി പിന്നെ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എവർക്കും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. അപ്പം 34 സൈസിൻ്റെ എല്ലാവിധ കണക്കുകളും ഡാട്ടിൻ്റെ അളവുകളും കൈക്കുഴിയുടെ അളവുകളും എല്ലാം പറയുന്നുണ്ട്. അപ്പം തുടക്കം മുതൽ പൂർണ്ണത വരെ ഈ വീഡിയോയുടെ ഭാഗങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ബുക്കിൽ കുറിച്ചിടാനും ശ്രമിക്കുക. ആദ്യം നമ്മൾ 1/2 ഇഞ്ച് ഹെമ്മിങ്ങിന് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തു. 13.5 ഇഞ്ചാണ് നമ്മളിതിന് ഇറക്കം കൊടുക്കുന്നത്. 13.5 ഇങ്ങനെ രണ്ടിടത്ത് മാർക്ക് ചെയ്യണം. 13.5 ഇങ്ങനെ രണ്ടിടത്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കും. ഇത്രയും ഭാഗമാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഞാനൊന്ന് ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് താഴെ ഇതെന്ത് കൊടുത്തു. പിന്നെ ലെങ്ത് മാർക്ക് ചെയ്ത് രണ്ടിടത്ത് 13.5 രണ്ടിടത്ത് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇത് കൂടാതെ തയ്യൽ തുമ്പും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. ഷോൾഡറിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോൾഡർ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5.25 തന്നെ നമ്മൾ വെട്ടിയാൽ മതി. പ്രത്യേകിച്ച് തയ്യൽ തുമ്പ് ഇടേണ്ട കാര്യമില്ല. ഈ മേളത്തെ തയ്യൽ തുമ്പ് മാർക്ക് കഴിഞ്ഞിട്ട് 5.25 കൈക്കുഴിയും മാർക്ക് ചെയ്യുക. അപ്പോൾ സെയിമാണ് നമ്മൾ ചെയ്യുന്നത്. കൈക്കുഴിയും സെയിമാണ് ചെയ്യുന്നത്. കൈക്കുഴിയുടെ അളവും ഷോൾഡറിൻ്റെ അളവും കൃത്യമായിട്ട് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി ചെയ്യുന്നത് നമ്മൾ 2.25 ഇഞ്ചാണ് ബാക്കിന് വൈഡ് കൊടുത്തിരിക്കുന്നത്. 2.25 ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് നിന്ന് 8.25 മാർക്ക് ചെയ്യണം. 8.5 ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടണം. ബാക്ക് നെക്ക് കൃത്യമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് ഷോൾഡർ ഷേപ്പ് കൊടുത്തു. ഷോൾഡർ ഷേപ്പ് കൊടുക്കുമ്പോൾ ഒരു ഭാഗം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഇങ്ങനെ കൂർത്ത് പോകാൻ പാടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ഓവലി വന്നിട്ട് വേണം ഇതിലേക്ക് 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കുക. നല്ല റൗണ്ട് ബാക്കിനൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ 34 നമ്മുടെ ബോഡി വണ്ണം. 34ൻ്റെ കൂടെ 4 കൂടെ ചേർക്കുമ്പം 38. അത് പ്രത്യേകം ഓർത്തോണം. ബോഡി വണ്ണം ടൈറ്റാണ് എടുത്തിരിക്കുന്നത്. ആ ടൈറ്റിൻ്റെ കൂടെയാണ് നമ്മൾ 4 ഇഞ്ച് ചേർക്കുന്നത്. 34 ഇഞ്ച് ടൈറ്റ് ബോഡി മെഷർമെൻറ്റും അതിൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 38ൻ്റെ 4 9.5 ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തു. 30 ഇഞ്ചാണ് നമ്മുടെ 32 ഇടവണ്ണം. നമ്മൾ 8 ഇഞ്ച് 4 ഇവിടെയും മാർക്ക് ചെയ്തു. സോറി, ഇടവണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരു തെറ്റുണ്ട്. ഞാൻ 30 ആണ് പറഞ്ഞിരിക്കുന്നത്. 30ൻ്റെ 4 7.5 ഇവിടെ മാർക്ക് ചെയ്യണം. 30ൻ്റെ 4 7.5 മാർക്ക് ചെയ്ത് ഇവ തമ്മിലിങ്ങനെ ജോയിൻ്റ് ചെയ്യും. ജോയിൻ്റ് ചെയ്തിട്ട് 1.25 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പെടുക്കണം. തയ്യൽ തുമ്പ് 1.25 ഇട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ കറക്റ്റ് കൈക്കുഴിയുടെ ഈ സെൻട്രലിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. 2.5 പോയിൻ്റ് മാർക്ക് ചെയ്തു. 1.25 ഇവിടെ മാർക്ക്. എന്നിട്ട് ഇതേ നോർമൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു 4 ഇഞ്ച് തള്ളി വരച്ച് വിടുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ മെഷർമെൻറ്റ് പ്രകാരമുള്ള സാരി ബ്ലൗസിൻ്റെ ബാക്ക് പീസ് റെഡിയാണ്. ഇപ്പോൾ നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇങ്ങനെ തന്നെ ബാക്ക് നെക്കിങ് തന്നെ ആദ്യം കട്ടിങ് തുടങ്ങി. ഇവിടെ തന്നെ ഇങ്ങനെ ഓവൽ ഷേപ്പിലൊരു ഷോൾഡർ ഷേപ്പ് കൊടുത്ത് ഷോൾഡർ കൂർത്ത് പോകാതെ തന്നെ ഇതേ മാർക്കിൽ കൂടെ തന്നെ ഇങ്ങനെ വരും. നമുക്ക് ബാക്ക് പീസ് കട്ടിങ് നമുക്ക് ഓക്കെ ആയി. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ എത്തിക്കാണും എന്ന് കരുതുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ള ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് നമുക്ക് നോക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ
ബാക്ക് പീസ് മാറ്റിയിട്ട് നമ്മുടെ സൈഡിലോട്ട് തന്നെ ഫ്രണ്ട് പീസ് ഇങ്ങനെ തന്നെ നമ്മുടെ നിൽക്കുന്ന ആ ടേബിളിൻ്റെ സൈഡിലോട്ട് ഈ തേര് പീസ് വരുന്നത് പോലെ ഫ്രണ്ട് പീസ് ഇട്ട് വിടുക. ഇങ്ങനെ തന്നെ. എന്നിട്ട് ഇനി ബാക്ക് പീസ് ഇങ്ങനെ വരും. ബാക്ക് പീസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 ഇഞ്ച് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നത് പോലെ പ്രത്യേകം ഇടണം. ഓർത്തോണം, 4 ഇഞ്ച് ഈ ഭാഗത്ത് കിട്ടുന്നത് പോലെ വേണം നമുക്കിടാൻ. എങ്കിലേ ഉള്ളൂ നമ്മുടെ മാർക്കിങ്ങിലുള്ള ബാക്ക് നെക്കിൻ്റെയൊക്കെ വിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ 4 ഇഞ്ച് ബാക്ക് പീസ് ഇങ്ങനെ തള്ളി ഇങ്ങനൊരു വര ആദ്യമേ വരയ്ക്കുന്നു. ഇത് നമ്മൾ 2.5 ഇഞ്ചാണ്, 2.25 ബാക്ക് നെക്ക് കൊടുത്തത്. അപ്പോൾ 2.25 ഇവിടെ ഉണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് കറക്റ്റ് കിട്ടുന്ന പോലെ തള്ളിയിട്ടാലേ ഉള്ളൂ നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ആ നെക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനൊരു സ്ക്വയർ, ഇങ്ങനെ ഇവിടെ നിന്നൊരു സ്ക്വയർ വരച്ചിട്ട് നമുക്ക് 6 ഇഞ്ചാണ് ബാക്ക് നെക്ക്. തയ്യൽ തുമ്പ് വിട്ടു, 5.25 ഇവിടെ മാർക്ക് ചെയ്ത് തീർത്തും ഒരു ക്രോസ് എന്നിങ്ങനെ മാർക്ക് ചെയ്യാം. ശരിക്കും നമുക്ക് നല്ലപോലെ യു കിട്ടുന്നുണ്ട്. ഇനി ഈ മാർക്കിൽ നിന്നും ഈ മാർക്കിൽ നിന്നും 1.5 ഇഞ്ച് ഇവിടെ തള്ളണം. ഇങ്ങനെ തള്ളിയിട്ട് മറന്നു പോകരുത്, 1.5 ഇഞ്ച് നമ്മൾ തള്ളുന്നത് ഈ തയ്യൽ തുമ്പിൽ നിന്നുമാണ്. പ്രത്യേകം ഓർത്തണം, ഈ വരയിൽ നിന്നല്ല, ഈ തയ്യൽ തുമ്പിൽ വേണം നമ്മൾ 1.5 ഇഞ്ച് തള്ളിയിട്ട് ഈ മാർക്കിൽ നിന്നും 3.25 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു. ഈ മാർക്കിൽ നിന്നും, കാരണം നമുക്ക് ബാഹ്യ ഡാട്ട് ഇല്ലാത്തത് കൊണ്ട് 3.25 ഇഞ്ച് ഈ മാർക്കിൽ നിന്നും തള്ളിയാൽ മതി. മാർക്ക് ചെയ്യും. ഇനി ഈ ബാക്ക് പീസ് മാറ്റിയിട്ട് 4.25 ഇങ്ങനെ മാർക്ക് ചെയ്യും. എന്നിട്ട് സ്ട്രെയിറ്റ് തന്നെ ഒരു വര വരയ്ക്കും. അപ്പം ഏകദേശം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു മാർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ടും വെട്ടിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പം ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നേരെ 4 ഇഞ്ചിൽ നമ്മൾ വരച്ച മാർക്കിൽ കൂടെ വെട്ടി ഇങ്ങനെ ഫ്രണ്ടിനൊക്കെ നല്ല യു വേണം കേട്ടോ. നല്ല യുവിൽ തന്നെ വെട്ടിയെടുത്ത് കൈക്കുഴി ആ മാർക്കിൽ കൂടെ തന്നെ വെട്ടി കറക്റ്റ് ഇപ്പോൾ നമ്മളെ ഫ്രണ്ട് മാർക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് വെട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്ക് പീസ് മാറ്റിയിട്ട് 1/2 ഇഞ്ച് നെക്കിൻ്റെ ഇവിടുന്ന് തള്ളി 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ തള്ളിയിട്ട് ഇതെങ്ങനെ തേപ്പ്. ഇതെല്ലാം തള്ളിയിട്ട് 9 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ബാക്കിൻ്റെ ലെങ്ത്. 9 ഇഞ്ചിലൊരു മാർക്ക് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ നമ്മുടെ ബെൽറ്റ് പീസ് വരെ വെട്ടണം. എന്നിട്ട് ബെൽറ്റ് പീസിൻ്റെ ഈ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. 30 ഇഞ്ചിൻ്റെ 4/1 7.5 ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു വര വരച്ചു. 1.25 ഇഞ്ച് ഇവിടെ തള്ളിയും ഒരു വര വരച്ചു. നല്ല ക്രോസിൽ തന്നെ വരയ്ക്കണമെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടുള്ളൂ. ഇനി 3/4 ഇഞ്ച് ഇവിടെ ഇറക്കണം. ഈ ലൈനിൽ നിന്നും 3/4 ഇഞ്ച് ഇവിടെ ഇറക്കണം. 3/4 ഇഞ്ച് ഒരു മാർക്ക് ഇവിടെ. എന്നിട്ട് ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ മാർക്ക് കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ഈ 3/4 ഇഞ്ച് ടച്ച് ചെയ്ത് ഇങ്ങനെ പോകണം. ഇതാണ് നമ്മുടെ ബെൽറ്റിൻ്റെ മാർക്കിംഗ്. മനസ്സിലായില്ല? 3/4 ഇഞ്ച് ഇവിടെ കൊടുക്കുന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യമേ ബെൽറ്റ് പീസ് അങ്ങ് വെട്ടാം. ഇങ്ങനെ വെട്ടി ഈ ബാലൻസ് തിരക്കുള്ള തുമ്പ് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി കളഞ്ഞിട്ട് 4 ഇഞ്ച് ഇങ്ങനെ തള്ളിയിട്ട് സേവ്. ഇവിടെ കൊണ്ട് ഒരു ചെറിയ നെക്കൊക്കെ നമുക്ക് പിടിച്ച് നിർത്താനായിട്ട് ഈ 4 ഇഞ്ച് വളരെ നല്ലതാണ്. അപ്പോൾ ബാക്ക് പീസായി, ബെൽറ്റ് പീസിൻ്റെ കട്ടിങ് ഫുള്ളായി. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതിന് നമ്മൾ വിത്ത് കൊടുക്കുന്നത്
2.5 ഇഞ്ചാണ്. ഇപ്പോൾ 1.25 വെച്ച് ഈ സൈഡിലും 1.25 ഈ സൈഡിലും മാർക്ക് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഡാട്ടിൻ്റെ ലെങ്ത് നമ്മൾ 9 കൊടുത്തില്ലേ, 9 ഇത് മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്കിങ് കൊടുത്തതിന് ശേഷം 3/4 ഇഞ്ച് ഇവിടുന്ന് എടുത്ത് ഈ ഡാട്ട് വരെ ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങി ഏറ്റവും ലാസ്റ്റ് 3/4 ഇഞ്ച് തീരുന്ന പോലെ ഒരു മാർക്ക് കൊടുക്കണം. ഇങ്ങനെ ഇതിന് രണ്ടിൻ്റെ ഷേപ്പ് അതിങ്ങനെ ഓവലി വെട്ടുന്നുണ്ടോ, ഇങ്ങനെ വെട്ടി ഇങ്ങനെയും വെട്ടി. അപ്പോൾ മെയിൻ ഡാട്ടിൻ്റെ ഭാഗവും ഈ ഷേപ്പും നമുക്ക് ക്ലിയറായി. ഇനി നമ്മൾ 1.25 ഇഞ്ച് ഇവിടെ താത്ത് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ വരികയും ഇവിടെ ഒരു 1.25 നിൽക്കുന്നത് പോലെയും ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടുമ്പോൾ ഒരിക്കലും ഈ തുടങ്ങിയ കത്രിക എടുത്ത് വെട്ടല്ല, മേൽഭാഗം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ വെട്ടി ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് നമ്മൾ ആ തയ്യത്തുമ്പ് കൊടുത്തെടുത്ത് വന്ന് ഒരു പോയിൻ്റ് നിൽക്കണം. കറക്റ്റ് നമുക്ക് ഫ്രണ്ട് പീസ് ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് കയറി നിൽക്കുന്ന പോലെ 1.25 തള്ളി നിൽക്കുന്ന പോലെ സെൻട്രൽ ഡാട്ട് കൊടുത്തു. പിന്നെ ഈ ഡാട്ടിൽ നിന്നും 1.25 തള്ളി നിൽക്കുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി ഡാട്ടും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 ഡാറ്റ് നമുക്ക് മാർക്കായി. ഇത് മാർക്ക് ചെയ്തു, കൈക്കുഴി മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഏകദേശം ഫ്രണ്ടിൻ്റെ എല്ലാ ഡാട്ടുകളും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ടിൽ ഒരു 1/4 ഇഞ്ച് നെക്കിൻ്റെ ഒരു പിടുത്തത്തിന് വേണ്ടി ഈ ഭാഗത്ത് വളരെ ഓവലായി ഒരു 1/4 ഇഞ്ച് എടുത്ത് കിടക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് പീസ് എടുത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയാൻ ഫ്രണ്ട് പീസ് ഇതാ ഇങ്ങനെ വെച്ചു, ബെൽറ്റ് പീസ് ഇത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചു. അത് ഒപ്പത്തിന് വെക്കണം. ഇവിടെ ഒപ്പത്തിന് ഇങ്ങനെ വെച്ചിട്ട് ഡാട്ട് ഇങ്ങനെ പിടിച്ച് ഫ്രണ്ടിൻ്റെ ഈ സൈഡ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. ഈ സൈഡ് ഈ ഭാഗം അതിന് ശേഷമുള്ളൂ ബാക്കി നമ്മൾ കട്ടിങ്ങിലേക്ക് പോകാവുള്ളൂ. ഇനി നമ്മൾ കൈ വെട്ടുന്ന കാര്യങ്ങളിലേക്ക് പോകാം. കൈ വെട്ടാൻ വേണ്ടി നമ്മൾ ഈ പീസ് ഇങ്ങനെ 2ആയിട്ട് മടക്കിയിടുന്നു. ഇങ്ങനെ 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഈ ബാലൻസ് ഒന്ന് മാറ്റിയതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. 8.5 ഇഞ്ചാണ് കൈ നീളം. മാർക്ക് ചെയ്തു. 1.25 ഹെമ്മിങ്ങിന് കൊടുത്തു. ഇങ്ങനൊരു മാർക്ക് കൊടുത്തു. 3.5 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തു. ഇങ്ങനെ ഒരു മാർക്കും കൊടുത്തതിന് ശേഷം നമുക്ക് താഴത്തെ കൈ ലൂസ് എന്ന് പറഞ്ഞ് 10 5 മാർക്ക് ചെയ്തു. 1.25 തയ്യത്തും കൊടുത്തു. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൈക്കുഴിയുടെ കണക്കാണ്. ബോഡി വണ്ണത്തിൻ്റെ 4/1 1 ഇഞ്ച് കുറച്ചാണ് നമുക്ക് കിട്ടേണ്ടത്. അത് പ്രത്യേകം ഓർത്തോണം. അപ്പോൾ 7.5 ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടണം. അത് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ ഷേപ്പ് സ്കെയിലിന് ഇങ്ങോട്ടും ഒരു മാർക്ക് കൊടുത്തു. 1.25 ഇഞ്ച് തള്ളി ഇവിടെ മാർക്ക്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് പീസ് ഇങ്ങനെ എടുക്കുന്നു. ഈ ഷോൾഡറിൻ്റെ ഇവിടെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുന്നു. ചെയ്തിട്ട് കൈക്കുഴി ഇങ്ങനെ പിടിച്ച് നമ്മൾ നോക്കണം. നമ്മുടെ മാർക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് നോക്കിയിട്ടേ ഉള്ളൂ വെട്ടാവുള്ളൂ. കാരണം ഏതെങ്കിലും വിധത്തിൽ 1/4 ഇഞ്ച് നമുക്ക് 1/2 ഇഞ്ചോ എടുത്ത് കളയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കൂടുതലോ കുറവോ ഒക്കെ വന്നാൽ ഈ ഒരു സമയത്ത് വേണം നമുക്ക് ക്ലിയർ ചെയ്യാൻ. അപ്പം നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളി ഇങ്ങനെ കൈ പിടിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കണം. കൃത്യമായിട്ട് നമുക്ക് ഈ മാർക്ക് വന്നിട്ടുണ്ട് എന്നതിന് ശേഷമേ ഉള്ളൂ നമ്മൾ കൈ വെട്ടാവുള്ളൂ. നമുക്ക് കൈ വെട്ടാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് കൈ നമുക്ക് കുഴിച്ച് വെട്ടും. കുഴിച്ച് വെട്ടുന്നത് എങ്ങനെയാണ്? 1.25 ഇഞ്ച് ഇവിടെ കൊടുത്തു.
1.25 ഇവിടെ മാർക്ക് ചെയ്തു. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് 5 ഉണ്ട്. 5ൻ്റെ 2.25 ഇങ്ങനെ വേണം കത്രികകൾ പാട് പോകാൻ. അതിപ്പോൾ കൈ നൂർത്തിട്ടിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഫ്രണ്ട് കൈ കുഴിച്ച് വെട്ടുന്ന എപ്പോഴും വളരെ എളുപ്പമായ ഒരു രീതിയാണിത്. കണ്ടോ, ഇതേ ഒരു ഷേപ്പിൽ വെട്ടുക. ഇവിടെ ഒരു കാരണവശാലും കൈ കോർത്ത് പോകല്, ഷോൾഡറിൻ്റെ ഇവിടെ പൊങ്ങി നിൽക്കും. അത് റൗണ്ടിൽ തന്നെ നമ്മൾ വെട്ടിയതുപോലെ നിൽക്കുക. പിന്നെ ഫ്രണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് തൈക്കാർ കട്ടിങ് കൊടുക്കുമ്പോൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടണം. അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബാക്ക് പീസ്, ഫ്രണ്ട് പീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയുക. നമുക്കത് എന്താണെന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്ക് വരുന്ന കംപ്ലൈൻറ്റുകളോ നിങ്ങൾ വെട്ടിത്തേക്കും ഏത് വിധത്തിലുള്ള കംപ്ലൈൻറ്റുകളാണോ വരുന്നത് ആ കംപ്ലൈൻറ്റുകളെല്ലാം നമുക്ക് പരിഹരിക്കാം. അപ്പം ഓരോരുത്തരും അവനവന് സംശയം വന്ന ഭാഗത്തിലെ കംപ്ലൈൻറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ ഏത് വീഡിയോയിൽ ഏത് ഭാഗമാണ് മനസ്സിലാകാതിരുന്നത്, അത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ പരിഹാരമാർഗം കണ്ടെത്താം. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. താങ്ക്